മൊടയാണോ? ഡിസൈനിങ് ഡിഗ്രി എടുത്തിട്ടില്ല. അതുപോലെ തന്നെ എനിക്കൊരു ഫാൻസി സർട്ടിഫിക്കറ്റ്സും ഇല്ല. ഹായ് ഓൾ, ദിസ് ഇസ് ഗോപിക സാനു, ഫൗണ്ടർ ഓഫ് സാനു ഫാബ് സ്റ്റുഡിയോ ഡിസൈനർ ബോട്ടിക്. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഒരുപാട് കൺഫ്യൂഷൻ ഒക്കെ കഴിഞ്ഞിട്ട് തുടങ്ങണോ വേണ്ടേന്നൊക്കെ ഉള്ള ഒരുപാട് ചിന്ത കഴിഞ്ഞിട്ട് തുടങ്ങിയ ഒരു ചാനലാണിത്. സോ ഈ ഒരു ചാനലിൽ എന്താ ഡിസ്കസ് ചെയ്യാൻ പോകുന്നതെന്നുള്ളത് നമ്മൾ പറയാം. എന്നാലും അതിൽ ഒരു ഇമ്പോർട്ടന്റ് കാര്യം എന്ന് പറയുന്നത് മലയാളത്തില് ഫസ്റ്റ് യൂട്യൂബ് ചാനൽ ആയിരിക്കും ഡൈവ് ഡീപ്പ് ഇൻ ടു ദ ടോപ്പിക് ഓഫ് ഫാഷൻ. അതിപ്പോ സ്റ്റൈലിംഗ് ആയിക്കോട്ടെ, മോഡലിംഗ് ആയിക്കോട്ടെ, ഫാഷൻ ഡിസൈനിങ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഈ ഒരു ഇൻഡസ്ട്രീന്റെ ബിഹൈൻഡ് ദ സീൻ കാണാൻ ആഗ്രഹിക്കുന്നവരാണോ, അല്ലെങ്കിൽ ഈ ഒരു ഇൻഡസ്ട്രിയിലേക്ക് പുതിയ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ഒരു +2 കഴിയുന്ന അല്ലെങ്കിൽ 10th കഴിയുന്ന കുട്ടികളാണോ, നിങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടുള്ള എല്ലാ ടോപ്പിക്സും നമ്മൾ ഇത് ചാനലിൽ കവർ ചെയ്യുന്നതായിരിക്കും. സോ എല്ലാരും കണ്ട പോലെ ചാനലിന്റെ പേര് മൊഡ ബൈ ഗോപിക സാനു എന്നാണ്. ഗോപിക സാനു എന്ന് പറഞ്ഞാൽ എന്റെ പേര് തന്നെ. അതിൽ മൊഡ എന്ന് പറയുന്നത് നിങ്ങൾ മൊടയാണോ എന്ന് ചോദിക്കുന്ന പോലെയല്ല, മൊടയ്ക്ക് വേറൊരു മീനിങ് കൂടെ ഉണ്ട്. ആക്ച്വലി ഇറ്റാലിയനിൽ മൊഡ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫാഷൻ എന്ന് കൂടെ ഒരു മീനിങ് ഉണ്ട്. ഗ്ലോബൽ ഫാഷൻ എന്ന് പറയുന്ന ഇറ്റാലിയനായിട്ട് ഭയങ്കര ഒരു ഡീപ്ലി കണക്റ്റഡ് ആണ്, ടൈഡ് ആണ്. സോ അങ്ങനെയാണ് ആ ഒരു പേര് സെലക്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ എന്നെ സംബന്ധിച്ച് ഫാഷൻ അല്ലെങ്കിൽ മൊഡ എന്ന് പറയുന്നത് ഒരു ലാംഗ്വേജോ വേർഡോ എന്നുള്ളതിനേക്കാളും കൂടുതൽ ഒരു സ്റ്റോറി ടെല്ലിങ് അല്ലെങ്കിൽ ക്രിയേറ്റിവിറ്റി, എക്സ്പ്ലോറിങ്, ഈ ഒരു പോർഷനൊക്കെയാണ്. ചാനലിന്റെ പേരൊക്കെ ഡിസ്കസ് ചെയ്ത സ്ഥിതിക്ക് ലെറ്റ് മീ ടേക്ക് എ മൊമെന്റ് ടു ഇൻട്രൊഡ്യൂസ് മൈസെൽഫ്. അല്ലെങ്കിൽ ഞാൻ എന്തുകൊണ്ടാണ് ഈ ചാനൽ സ്റ്റാർട്ട് ചെയ്തത്, അല്ലെങ്കിൽ എങ്ങനെ ഞാൻ ഈ കരിയറിലേക്ക് വന്നു എന്നുള്ളത് ഇൻട്രൊഡ്യൂസ് ചെയ്ത് തരാം. ഞാൻ ഈ കരിയർ സ്റ്റാർട്ട് ചെയ്യുന്നത് വെൻ ഐ വാസ് 21. ഇപ്പൊ ഞാൻ 23 ആണ്. അതിന്റെ ബെസ്റ്റ് ഇൻട്രസ്റ്റിംഗ് പാർട്ട് എന്ന് പറയുന്നത് എനിക്കൊരു ഫാഷൻ ഡിസൈനിങ് ഡിഗ്രി ഇല്ല, എനിക്ക് ഒരു ഫാൻസി സർട്ടിഫിക്കറ്റ്സും ഇല്ല, എനിക്കൊരു ഫോർമൽ എഡ്യൂക്കേഷൻ ഫാഷൻ ഡിസൈനിങ്ങിൽ കിട്ടിയിട്ടില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പഠിക്കാൻ പോയിട്ടില്ലെന്നല്ല, പോയിട്ടുണ്ട്, പക്ഷെ ഞാനത് കംപ്ലീറ്റ് ചെയ്തിട്ടില്ല, ഞാൻ ഡ്രോപ്പ് ഔട്ട് ചെയ്തതാണ്. സോ പറയാൻ തക്ക പറഞ്ഞാൽ സർട്ടിഫിക്കറ്റ്സോ കാര്യങ്ങളോ ഒന്നുമില്ല, പക്ഷെ എന്നെ അതിൽ നിന്നൊന്നും സ്റ്റോപ്പ് ചെയ്തിട്ടില്ല. ബെസ്റ്റ് പാർട്ട്, എനിക്കിപ്പോൾ ഡേ ബൈ ഡേ ഇൻക്രീസ് ചെയ്യുന്ന ഒരുപാട് കസ്റ്റമേഴ്സ് ഉണ്ട്. അതുപോലെ തന്നെ കേരളത്തിന് പുറത്ത്, ഇന്ത്യക്ക് പുറത്തൊക്കെ ആയിട്ട് ഒരുപാട് ബ്രൈഡ്സിന് ഞാൻ ബ്രൈഡൽ വെയർസ് ഡിസൈൻ ചെയ്യുന്നുണ്ട്. എനിക്ക് ഈ ഒരു ഇൻഡസ്ട്രീനോട് ഭയങ്കര ഇഷ്ടം അല്ലെങ്കിൽ പാഷനും ഉള്ളത് കൊണ്ട് ഞാൻ തുടങ്ങിയ ഒരാളാണ് ഞാൻ. അതുകൊണ്ട് തന്നെ ഭയങ്കര വലുതായിട്ട് തുടങ്ങി അതിലും വലിയ കടമൊക്കെ വരുത്തി വെച്ച് ഈ ഒരു ഇൻഡസ്ട്രിയിലേക്ക് വരുമ്പോൾ എന്ത് ചെയ്യാൻ പാടില്ല, അല്ലെങ്കിൽ ഫാഷൻ ഡിസൈനിങ് ചൂസ് ചെയ്യുമ്പോൾ അതിനകത്ത്, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്കും അതിനകത്ത് എന്തൊക്കെ ചെയ്യാൻ പാടില്ല എന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ തക്ക ഉള്ള എക്സ്പീരിയൻസ് എനിക്കിപ്പോൾ ഉണ്ട്. അങ്ങനെയും കൂടാണ് ഞാൻ ഈ ചാനൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ തിരിച്ച് ചാനലിലേക്ക് വരുമ്പോഴത്തേക്കും നമുക്ക് എല്ലാം കൂടെ ഇന്ന് പറയാൻ പറ്റത്തില്ല, പക്ഷെ നമ്മൾ ഏകദേശം ഈ ചാനലിൽ ഏതൊക്കെ ടോപ്പിക്സ് കവർ ചെയ്യുന്നുള്ളതിനെ പറ്റി ഒരു 5 എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. ഫസ്റ്റ് വൺ ഈസ് BTS. ഈ ഒരു ഇൻഡസ്ട്രിയിൽ ബാക്ക് സൈഡിൽ, അതായത് ബിഹൈൻഡ് ദ സീനിൽ എന്തൊക്കെയാണ് നടക്കുന്നത് എന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരും. നോർമലി എല്ലാ ഡിസൈനേഴ്സും അല്ലെങ്കിൽ ഈ ഒരു ഇൻഡസ്ട്രിയുടെ ശരിക്കും എല്ലാവർക്കും അറിയത്തില്ല. ഞാനൊരു ഡിസൈനിങ് ഫീൽഡിലേക്ക് വരുമ്പോഴത്തേക്കും, അല്ലെങ്കിൽ ഞാൻ ഈ ഒരു ഫീൽഡിനെ പറ്റി റിസർച്ച് നടത്തുമ്പോഴത്തേക്കും ആക്ച്വലി നോർത്ത് ഇന്ത്യൻസും അല്ലെങ്കിൽ പുറത്ത് ഉള്ള ഫോറിനേഴ്സും ഒക്കെ ആയിട്ട് കുറെ ചാനൽസ് ഉണ്ട്. പക്ഷെ കേരളത്തിൽ ഇതിനെപ്പറ്റി എനിക്കൊരു പ്രോപ്പർ ഗൈഡൻസ് കൊടുക്കുന്ന ഒരു ചാനൽ, അല്ലെങ്കിൽ എന്താണ് ഈ ഫീൽഡ് എന്ന്, പുറകിൽ എന്താ നടക്കുന്നതെന്നുള്ളത് കാണിക്കുന്നതായിട്ട് ഒരു ചാനൽ ഉള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. സോ അങ്ങനെയും കൂടെയാണ് ഞാൻ ഈ ചാനൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ അതെല്ലാം നമ്മൾ കാണിക്കുന്നതായിരിക്കും. പിന്നെ സെക്കൻഡ് പാർട്ട് എന്ന് പറയുന്നത് സ്റ്റൈലിംഗ് ആൻഡ് ട്രെൻഡ്സ്. ഇപ്പം നിങ്ങൾക്ക് പേഴ്സണൽ സ്റ്റൈലിംഗ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളെ തന്നെ എങ്ങനെ ഒരു മേക്ക് ഓവർ നടത്താം, അല്ലെങ്കിൽ ട്രെൻഡ്സ് എങ്ങനെ ഫോളോ ചെയ്യാൻ പറ്റും, ബഡ്ജറ്റിന്റെ ഉള്ളിൽ നിർത്തി ബഡ്ജറ്റ് പുറത്ത് നിന്ന്, ഇല്ല, ഒരു ഫുള്ളായിട്ട് ഫ്ലെക്സിബിളായിട്ട് നമ്മൾ ആ ഒരു ടോപ്പിക്കും പല വീഡിയോസിലൂടെ കവർ ചെയ്യും. മൂന്നാമത്തെ ടോപ്പിക് എന്ന് പറയുന്നത് ബിസിനസ് അല്ലെങ്കിൽ ഫാഷൻ എന്റർപ്രണർഷിപ്പ് എങ്ങനെയാണ്, അല്ലെങ്കിൽ ഒരു പുതിയതായിട്ട് ഒരു ബിസിനസ് ഈ ഒരു ഫീൽഡ് സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്കും അതിന്റെ ഒഫീഷ്യൽ കാര്യങ്ങൾ അല്ലെങ്കിൽ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ, കേരളത്തിൽ ഇങ്ങനെ ഒരു ബിസിനസ് തുടങ്ങുമ്പോഴത്തേക്കും നമുക്ക് ആവശ്യമായിട്ടുള്ളത്, ഡോക്യുമെന്റ്സ് ചെയ്യേണ്ട കാര്യങ്ങൾ, അതൊക്കെ നമ്മൾ കവർ ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ എന്തൊക്കെ ചെയ്യാൻ പാടില്ല എന്നുള്ള കാര്യങ്ങൾ കവർ ചെയ്യും. പിന്നെ നാലാമത്തെ എന്ന് പറയുന്നത്
ഈ ഒരു ഇൻഡസ്ട്രീനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ്. നേരത്തെ പറഞ്ഞ പോലെ ആൾക്കാർക്ക് ഒരു തെറ്റിദ്ധാരണയുണ്ട്, ഭയങ്കര ഗ്ലാമറസ് അല്ലെങ്കിൽ പാർട്ടി മോഡ് മാത്രമാണ് ഡിസൈനിങ് എന്നുള്ള ഒരു ഇത്. അങ്ങനല്ല, ഇതിൽ ബിഹൈൻഡ് ദ സീൻ നടക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. സോ ഇൻട്രൊഡ്യൂസിങ് ദ ഇൻഡസ്ട്രിയിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽസും നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും. പിന്നെ ഗസ്റ്റ് അപ്രോച്ച് ലാസ്റ്റ് പാർട്ടാണ്. അത് ഇടയ്ക്ക് ഇപ്പോ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ഈ ചാനലിന്റെ കമന്റ് ബോക്സിലെ കാര്യങ്ങൾ നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയണമെന്നുള്ള കാര്യം ചോദിക്കാൻ പറ്റും. ഇപ്പൊ എനിക്ക് പറഞ്ഞു തരാൻ പറ്റുന്ന മേ ബി ഫാഷൻ ഡിസൈനിങ് എന്നുള്ള ഒരു പോർഷനെ പറ്റി മാത്രമായിരിക്കും. പക്ഷെ ഇതിനകത്ത് ഒരുപാട് വേരിയസ് പാർട്സ് ഉണ്ട്. സ്റ്റൈലിങ് അല്ലെങ്കിൽ മോഡലിങ് അല്ലെങ്കിൽ മോഡൽസിന്റെ എക്സ്പീരിയൻസ് അല്ലെങ്കിൽ പല ജെൻസിന് ഫാഷനുമായിട്ടുള്ള അപ്രോച്ച് അല്ലെങ്കിൽ ഇച്ചിരി കൂടെ പൊളിറ്റിക്കൽ ആൾക്കാർക്ക് ഇതുമായിട്ട് പൊളിറ്റീഷ്യൻസിന് ഫാഷനുമായിട്ടുള്ള കോണ്ടാക്ട്സ് കാര്യങ്ങൾ അല്ലെങ്കിൽ അവർക്കുള്ള എക്സ്പീരിയൻസ് ഇതൊക്കെ ഷെയർ ചെയ്യാനായിട്ട് അങ്ങനെ ഓരോ ഫീൽഡിൽ നിന്നും എക്സ്പേർട്ടേഴ്സും നമ്മളുടെ ചാനലിൽ വരുന്നതായിരിക്കും. അത് എനിക്ക് പറഞ്ഞു തരാവുന്നത് ഞാൻ റിസർച്ച് നടത്തി നിങ്ങൾക്ക് പറഞ്ഞു തരുകയും ചെയ്യും. അല്ല അത് ഒരു എക്സ്പേർട്ട് വന്ന് പറയുന്നതാണ് നല്ലതെന്നുണ്ടെങ്കിൽ നമ്മൾ അവരെ ഇൻവൈറ്റ് ചെയ്ത് അവരുമായിട്ട് ആ ഒരു ടോപ്പിക്ക് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. സോ നമ്മൾ ഈ ഒരു ചാനൽ എന്തൊക്കെ ടോപ്പിക്ക് കവർ ചെയ്യും എന്നുള്ളത് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി വൈ ദിസ് ചാനൽ, നിങ്ങൾ എന്തുകൊണ്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം അല്ലെങ്കിൽ ഫോളോ ചെയ്യണോ എന്നുള്ളതിനെ പറ്റി പറഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഞാൻ ഒരു ഫാഷൻ ഡിസൈനിങ് കരിയർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു ഡിസൈനിങ് കോഴ്സിലേക്ക് ജോയിൻ ചെയ്യുന്നതിന് മുമ്പ് ഒരു പ്രോപ്പർ ഗൈഡൻസ് തരാൻ തക്ക വരണമുള്ള ചാനൽ അല്ലെങ്കിൽ കാര്യങ്ങളൊന്നും ഞാൻ നോക്കിയിട്ട് സെർച്ച് ചെയ്തപ്പോഴത്തേക്ക് ഞാൻ കണ്ടിട്ടില്ല. നോർത്ത് ഇന്ത്യൻസിന്റെ ചാനൽസ് അല്ലെങ്കിൽ ഫോറിനേഴ്സിന്റെ ചാനലിനെ പറ്റിയല്ല ഞാൻ പറയുന്നത്, പക്ഷെ മലയാളത്തിൽ ഈ ഒരു ഇൻഡസ്ട്രീനെ പറ്റി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ചാനൽ ഞാൻ കണ്ടിട്ടില്ല. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരു ഡ്രസ്സ് ചെയ്യുമ്പോഴത്തേക്കോ അല്ലെങ്കിൽ ഒരു ഔട്ട്ഫിറ്റ് ഇടുമ്പോഴത്തേക്ക് ഇൻസെക്യൂരിറ്റീസ് ഉണ്ടെങ്കിൽ അത് മാറ്റേണ്ടത്, അല്ലെങ്കിൽ ജെൻസിന്റെ ഫാഷനെ പറ്റി പറയുന്നത് ഇതെപ്പോഴും ലേഡീസിന് മാത്രം ഉള്ളതാന്നുള്ളൊരു കോൺസെപ്റ്റ് ഉണ്ട് മലയാളികൾക്ക്, അത് മാറ്റുന്ന പ്രോപ്പർ ആയിട്ടുള്ളൊരു ഗൈഡൻസ് തരാൻ പറ്റിയൊരു ചാനൽ ഉള്ളതായിട്ട് എൻ്റെ അറിവിലില്ല. സോ അതൊക്കെ നമ്മൾ കവർ ചെയ്യുന്നതായിരിക്കും ഈ ഒരു ചാനലിൽ. അതിനുമായിട്ട് ഇൻട്രസ്റ്റ് ആണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിന്റെ ബിഹൈൻഡ് ദ സീൻസ് ഈ ഒരു ഇൻഡസ്ട്രീനെ പറ്റി നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ യു ക്യാൻ ഫോളോ ദിസ് ചാനൽ ഓർ സബ്സ്ക്രൈബ് ദ ചാനൽ. നിങ്ങൾക്ക് ഏതെങ്കിലും ടോപ്പിക്ക് കവർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ലീവ് എ കമന്റ് ബിലോ. ഇത് എനിക്കിഷ്ടമുള്ള ടോപ്പിക്ക് മാത്രം പറഞ്ഞുകൊണ്ടിരിക്കുന്നതല്ല ഒരിക്കലും. നിങ്ങൾക്ക് എന്ത് ടോപ്പിക്കിനെ പറ്റി അറിയണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഇൻഡസ്ട്രീനെ അല്ലെങ്കിൽ ഫാഷൻ ബേസ്ഡ് ആയിട്ടുള്ള എന്തിനെ പറ്റി അറിയണമെങ്കിലും നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. സോ ഷെയർ വിത്ത് യുവർ ഫ്രണ്ട്സ് ഹൂവർ ഈസ് ഇൻട്രസ്റ്റഡ് ഇൻ ഫാഷൻ. ആരെങ്കിലും ഡ്രസ്സിനെ പറ്റി ഇപ്പൊ ചിലർക്ക് ഷോപ്പ് ചെയ്യുമ്പോഴത്തേക്കും ഭയങ്കരമായിട്ട് ഒരു തെറാപ്പി പോലെ ഫീൽ ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. അങ്ങനെയുള്ളവർക്ക് എല്ലാവർക്കും വീഡിയോസ് ഷെയർ ചെയ്യുക, ഇഷ്ടപ്പെട്ടെങ്കിൽ കമന്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ അടുത്ത വീഡിയോയിൽ വരെ സ്റ്റേ സ്റ്റൈലിഷ്, സ്റ്റേ കോൺഫിഡൻസ്. ബൈ.